ഓക്കെ, എന്റെ പേര് നമീർ എന്നാണ്. സ്ഥലം കുറ്റ്യാടിയാണ്. ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരുന്നതിന് മുമ്പേ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു സമയത്ത് എൻ്റെ ഒരു ഹോബി എന്ന് പറയുന്നത് നാട്ടിൽ ആരെങ്കിലും ഇതുപോലെയുള്ള കച്ചവടം ചെയ്തിട്ട് നിർത്തിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു 3 സുഹൃത്തുക്കളെ ഇതുപോലെയുള്ള ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾ നിർത്തിച്ചിട്ടുള്ള പരിചയം മാത്രമേ ഇതിനു മുമ്പേ ഈ ഒരു മേഖലയായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ആ സമയത്ത് മാക്സിമം ഈ ഒരു മേഖലയായിട്ട് മാക്സിമം നെഗറ്റീവ് അടിക്കും, എന്നിട്ട് കണക്കൊക്കെ വെച്ചിട്ട് കുറേ നെഗറ്റീവ് അടിക്കും. അങ്ങനെ 4ാമത് എൻ്റെ ഒരു ഫ്രണ്ടിനെ നിർത്തിക്കാൻ വേണ്ടി പോയതാണ് സത്യം പറഞ്ഞാൽ ഇന്ന് ഈ ഒരു വേദിയിൽ നിൽക്കാൻ വേണ്ടി പറ്റിയത്. അപ്പോൾ കാരണം 4ാമത് എൻ്റെ ഫ്രണ്ടിനെ നിർത്തിക്കാൻ പോയെന്ന ഒരു പ്രോഗ്രാമിലായിരുന്നു. ആ ഒരു പ്രോഗ്രാം സെന്ററിൽ വെച്ചിട്ട് ഈ ഒരു ബിസിനസിനെ പറ്റി കൃത്യമായിട്ട് മനസ്സിലാവുകയും അങ്ങനെ കുറച്ച് ഉൽപ്പന്നങ്ങളെടുത്ത് ഉപയോഗിക്കുക, അതിന് റിസൾട്ട് കിട്ടുകയൊക്കെ ചെയ്തു. അങ്ങനെ ഉള്ള സമയത്ത് ഞാൻ ഒരു RTP റെസിഡൻഷ്യൽ ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത സമയത്ത് ഈ ബിസിനസിന്റെ സാധ്യതകൾ മനസ്സിലാക്കി എൻ്റെ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് സെക്കൻഡ് ഇയറുള്ള സമയത്ത് അത് ഫുൾ ടൈം ആയിട്ട് ഒഴിവാക്കിക്കൊണ്ട് ഫുൾ ടൈം കരിയറായിട്ട് ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വന്നു. നിങ്ങളിപ്പം കൈയടിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ചെള്ളക്കടിക്കുകയാണ് ചെയ്തത്. കാരണം നല്ല വലിയ പ്രശ്നമായിരുന്നു. പക്ഷേ ഞാൻ ആ സമയത്ത് ഈ ബിസിനസിനെ പറ്റി കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അങ്ങനെ ഏറ്റെടുക്കുകയും ചെയ്തു. എൻ്റെ കോളേജിൽ പഠിക്കുന്ന എല്ലാ കമ്പനിക്കാരും എന്ത് പറഞ്ഞിട്ടുണ്ട്, നമീറെ നിർത്തണ്ട, ജസ്റ്റ് എന്താ പറയുക എൻ്റെ പാർട്ട് ടൈം ആയിട്ട് ചെയ്താൽ മതി, ഇതിലൊന്നും പോകണ്ടെന്നൊക്കെ ഒരുപാട് സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാനതൊക്കെ കഴിഞ്ഞു വളരെ ശക്തമായിട്ട് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഒരാഴ്ചക്ക് 40,000 രൂപ വരെ വരുമാനം മേടിച്ച സമയത്ത് എൻ്റെ കമ്പനിക്കാരൊക്കെ കോളേജ് കഴിഞ്ഞു, അവരൊക്കെ ഇറങ്ങി. ആ സമയത്ത് എല്ലാവരും ഒരേപോലത്തെ സ്റ്റാറ്റസ് ഇട്ടു. ഇതും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. ഒരേപോലത്തെ സ്റ്റാറ്റസ് ഇട്ടു. സ്റ്റാറ്റസ് വേറൊന്നല്ല, ഒരു സ്റ്റാൻഡപ്പ് കോമഡിയിൽ ഒരു 30 സെക്കൻഡ് വീഡിയോ ആണ്. ആ ഒരു സ്റ്റാൻഡപ്പ് കോമഡിയിൽ 30 സെക്കൻഡ് വീഡിയോയിൽ പറയുന്ന കാര്യത്തിലേ ഉള്ളൂ. ഒരാൾ 3-4 കൊല്ലം പഠിച്ച ഒരു സിവിൽ എഞ്ചിനീയർ ആയിട്ട് സൈറ്റിലേക്ക് ഇറങ്ങുന്ന ഒരു എഞ്ചിനീയർക്ക്, സൈറ്റ് എഞ്ചിനീയർ ആയിട്ട് ജോലി ചെയ്യുന്ന ഒരു സാധാരണ ഒരു എഞ്ചിനീയർക്ക് 4,000, 5,000 അല്ലെങ്കിൽ 8,000 രൂപ കിട്ടുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ അതേ സൈറ്റിൽ ജോലി ചെയ്യുന്ന ബംഗാളികൾക്ക്, അത് കല്ലും മണലൊക്കെ എടുത്ത് നടക്കുന്ന ബംഗാളികൾക്ക് 30,000 മുതൽ 40,000 രൂപ വരെ കിട്ടുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നതെന്നാണ് ഇവരൊക്കെ എഴുതിയിട്ടുള്ളത്. എനിക്ക് ആ ഒരു തിരിച്ചറിവ് അന്ന് കിട്ടിയത് കൊണ്ട് ഫുൾ ടൈം കെയറായിട്ട് ഞാൻ ബിസിനസ്സിൽ ഏറ്റെടുത്ത് ചെയ്തു. ഇന്ന് എൻ്റെ കമ്പനിക്കാരൊക്കെ പലരും 10,000, 20,000, 30,000 ഒക്കെ മന്ത്ലി മേടിക്കുന്ന സമയത്ത് ഇന്നൊരാഴ്ച വരുമാനം 72,000 രൂപ വരെ വരുമാനം മേടിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഇന്ന് പല മാസങ്ങളിലും 80,000 മുതൽ 150 വരെ ഒരു ആവറേജ് വരുമാനം എല്ലാ മന്തും കിട്ടുന്നുണ്ട്. കഴിഞ്ഞ 3 കൊല്ലമായിട്ട് ഒരാഴ്ച പോലും മുടങ്ങാണ്ട് എവറി വീക്ക് വരുമാനം മേടിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ കൂടുതലൊന്നും പറയാനില്ല. തുടക്കത്തിൽ ഒരു സ്കൂട്ടി ആയിട്ട് ബിസിനസ്സിൽ കടന്നു വന്ന എനിക്ക് ആ സമയത്ത് സ്കൂട്ടിക്ക് എന്താ പറയുക സെൽഫൊന്നുമില്ല, കിക്കർ അടിച്ച് സ്റ്റാർട്ട് ആക്കണം. ഞാൻ എൻ്റെ ഫ്രണ്ടും ബിസിനസ് പറയാൻ പോകുന്ന സമയത്ത് 2,000 കാര്യം പറഞ്ഞിട്ട് കിക്കർ അടിക്കുന്ന സമയത്ത് ഞങ്ങളോട് പറയും ഒരു 2 ലക്ഷം രൂപ വേണ്ട, 2,000 ഉണ്ടെങ്കിൽ അതിൻ്റെ സെൽഫ് റേറ്റ് ആക്കി കൂടെ. പക്ഷെ അവിടെ നിന്ന് ഏകദേശം 1.25 ലക്ഷം വരെ വരുന്ന ഒരു R5 V3 എന്ന് പറയുന്ന ഒരു വണ്ടി സ്വന്തമാക്കാൻ വേണ്ടി പറ്റി. അതിനുശേഷം ഒരു 10 ലക്ഷം രൂപ വില വരുന്നൊരു ഹുണ്ടായിൻ്റെ വെന്യൂ എന്ന് പറയുന്ന ഒരു കാർ സ്വന്തമാക്കാൻ വേണ്ടി പറ്റി. അതിനുശേഷം അത് കഴിഞ്ഞ ഒരാഴ്ചനെ കൊണ്ട് തന്നെ ഒരു iPhone 16 ഏകദേശം 100,000 രൂപ വില വരുന്ന ഒരു iPhone 16 സ്വന്തമാക്കാൻ വേണ്ടി പറ്റി. അത് കഴിഞ്ഞ് ഒരാഴ്ചയും കൂടെ കഴിഞ്ഞ സമയത്ത് ഏകദേശം 2 ലക്ഷം രൂപ വില വരുന്ന ഒരു ഇലക്ട്രിക് വെഹിക്കിൾ, ഒരു സ്കൂട്ടി ഈ ഒരു ബിസിനസ്സിലൂടെ സ്വന്തമാക്കാൻ വേണ്ടി പറ്റി. ഇന്ന് ഒരുപാട് ലക്ഷ്യങ്ങളുമായിട്ടാണ് മുന്നോട്ടേക്ക് പോകുന്നത്. കൂടുതൽ സമയം സംസാരിക്കുന്നില്ല, കൂടുതൽ സമയം സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. വിഷ് ഓൾ ദ ബെസ്റ്റ്.